ഇന്നത്തെ റെസിപ്പി നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള 4 മണി പലഹാരത്തിൻ്റെയാണ് കേട്ടോ. പിന്നെ കടലമാവും റവയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റിലുള്ള പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് റവയും, ഇപ്പോൾ റവ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. 1/2 കപ്പ് കടലമാവും കൂടെ ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വീട്ടിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് റവയും 1/2 ഗ്ലാസ് കടലമാവും അളന്നെടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കയ്യില്ലാത്തവരാണെങ്കിൽ നമുക്ക് സ്പൂണോ തവിയോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവുകയും ചെയ്യും. നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ ഇത് അല്പം ഒന്ന് ചൂടായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടും അല്പമൊക്കെ ഒന്ന് ചൂടായി ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറുകി സെറ്റായി പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവത്തിലായി കിട്ടുന്നവരെ നമ്മളിതൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കുറുകി സെറ്റായി പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് കുഴച്ചെടുക്കാനും വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചൂടൊക്കെ ഒന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നല്ലൊരു കളറിനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചെടുത്തതും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ വറ്റൽമുളകും കുരുമുളക് പൊടിയൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവുകയും ചെയ്യും. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയില കയ്യിലില്ലെങ്കിൽ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഈ ഒരു പലഹാരത്തിലേക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പലഹാരത്തിലേക്ക് പ്രത്യേക ഒരു ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ പ്രത്യേക ഒരു ഫ്ലേവറുമാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് നല്ലൊരു ഡോ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിലേക്ക് പറ്റി പിടിക്കാതിരിക്കാനായിട്ട് കയ്യിൽ അല്പം ഒന്ന് ഓയിൽ തടവി എടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്നും അല്പമായിട്ട് ഇതേപോലെ ഒന്ന് ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിനും വേണ്ടിയിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം തന്നെ നന്നായിട്ട് ഉരുട്ടിയെടുത്തൊന്ന് ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു പലഹാരം നമുക്കിനി ഈ ഒരു രീതിക്ക് ഇതേപോലെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയും ഫ്രൈ ആക്കി എടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് അല്പം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയും ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 4 ബ്രെഡിൻ്റെ സൈഡ് പാർട്ടൊന്നും കളയാതെ തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഈ ബ്രെഡ് ക്രംസിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഈ ഒരു പലഹാരം മുട്ട മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടൊന്നുമല്ല ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. ഇതേ ഒരു രീതിക്ക് അങ്ങോട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഈ ഒരു രീതിയിൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഈ ഒരു പലഹാരം നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് ഫ്ലെയിം ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഈ ഒരു പലഹാരത്തിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ നേരത്തെ തന്നെ കുക്കായതുകൊണ്ട് കൂടുതൽ സമയം വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞൊരു ലൈറ്റ് ഗോൾഡൻ കളറാക്കി ഇടുന്നവരെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പലഹാരം ചാട്ട് മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തന്നെ ഈ ഒരു പലഹാരത്തിന് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.